വണ്ടി ഓണാക്കിയപ്പോഴത്തേക്ക് AC ഓണാക്കാൻ വേണ്ടി വണ്ടി ഓണാക്കിയപ്പോൾ അത് ഫോണുമായിട്ട് കണക്റ്റഡ് ആയപ്പോൾ ക്യാമറ പെട്ടെന്ന് ഓഫായിപ്പോയി. അപ്പോൾ അതുകൊണ്ടത് ഡിസ്കണക്റ്റഡ് ആയിപ്പോയി. സോറി. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഒരുമിച്ച് വീഡിയോ ആക്കിയിടും, അങ്ങനെയാണെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് ഇടും, 2 പാർട്ടായിട്ട് ഇടും കേട്ടോ. എങ്ങനെയാണെന്ന് ഞാൻ ഇതിൻ്റെ അവസാനം അതിൻ്റെ അണക്കം പോലെ ചെയ്തോളാം. സോ ഞാൻ പറഞ്ഞത് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടെത്തിയ ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യണം. അപ്പം ഞാൻ വീട്ടിലിരുന്ന് വാലറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വാലറ്റ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് കുറച്ച് വിശദീകരിക്കണം, അത് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അപ്പോൾ എന്തെങ്കിലും ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിനെ ഒരു പ്രത്യേക രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 2-3 രീതികളുണ്ട്. അതിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ഡയറക്ഷനിൽ ഞാൻ അതിനെ ഡിസൈൻ ചെയ്തു. അതിൻ്റെ ഒരു ഡയറക്ഷനാണ് ഈ കാണുന്ന യോമാറ്റിക് ക്ലബ്ബ്. പിന്നെ വാലറ്റ് എന്തുകൊണ്ടുണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കാണുമ്പോൾ അതിൻ്റെ ക്രിയേറ്റിവിറ്റി കാണുമ്പോൾ കുറച്ച് ഒരു അട്രാക്റ്റീവ്നെസ് തോന്നാൻ കാര്യമുണ്ട്. പക്ഷേ തുടക്കത്തിൽ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ക്വാളിറ്റി ഒന്നും കൊള്ളത്തില്ല. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? ക്വാളിറ്റി നമുക്ക് ഇല്ലതാനും, പക്ഷേ നമുക്ക് അതിന് വേണ്ടിയിട്ട് പൈസ ഇറക്കി നമ്മൾ സമയവും മെനക്കെട്ട് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്ത്, ആ ക്വാളിറ്റിയുടെ പ്രശ്നം ഓവർകം ചെയ്ത്, എന്നാൽ മേടിക്കുന്നവന് അതിനേക്കാളും വാല്യൂ കിട്ടി എന്ന ഒരു ഫീൽ ഉണ്ടാവണം. അവനത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം. അതായത് എൻ്റെ വാലറ്റ് മേടിച്ചത്, അത് സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഭംഗിയായിട്ടൊക്കെ തോന്നുമെങ്കിലും അത് കൈ കിട്ടുമ്പോൾ അതിൻ്റെതായ കുറേ ന്യൂനതകളുണ്ട്. കാരണം നമ്മൾ തുടക്കക്കാരനാണ്, പല ടൂളുകളുമില്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. പിന്നെ എൻ്റെ വാലറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, അതൊരു പ്രത്യേക കോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ 50 യൂറോയാണ് ബേസ് പ്രൈസ്. അപ്പോൾ അതിനേക്കാളും അവിടെ ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രാറ്റജിയാണ് ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം ഓപ്ഷൻ കമൻറ്റിങ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രീമിയം വില എനിക്ക് കിട്ടണമെങ്കിൽ അതൊരു പ്രീമിയം പ്രോഡക്റ്റ് ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ അതൊരു പ്രീമിയം പ്രോഡക്റ്റ് അല്ല. പക്ഷേ എൻ്റെ സ്ട്രാറ്റജി പ്രീമിയം ആക്കി. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇത് വാങ്ങിക്കുന്ന ആളുകൾക്ക് അവരുടെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്പെഷ്യൽ ഒക്കേഷനോ ലൈക്ക് ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ എന്തെങ്കിലും ആട്ടെ, അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഉണ്ടാക്കും. എന്താണ്? എൻ്റെ വാലറ്റ് വാങ്ങിയപ്പോൾ അവർക്ക് എൻ്റെ പേജുകളിലൂടെ ഏകദേശം ഇപ്പോൾ 10,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട്. അത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലിൽ അവരുടെ ബർത്ത്ഡേയുടെ കാര്യം അല്ലെങ്കിൽ അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം ഈ ഗിഫ്റ്റ് വഴി, അല്ലെങ്കിൽ അവരുടെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻസിൻ്റെ ബർത്ത്ഡേ അവരുടെ ഇമേജസോ ഫോട്ടോസോ ഒക്കെ നമ്മൾ കാണിക്കും. ഇതുവരെ ഞാനങ്ങനെ കാണിച്ചിട്ടില്ല, എനിക്ക് അതിനൊരു അവസരം വന്നിട്ടില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരു ഇൻഷുറൻസ്, എർഗോ ഇൻഷുറൻസിൻ്റെ അവസരമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ നമ്മൾ ഷോക്കേസ് ചെയ്യുക. അവരെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ടൊന്നും ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് ഷോക്കേസ് ചെയ്താൽ മതി. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട്, ഇന്നതാണ് അഡ്രസ്സ്, അവരെ കോൺടാക്ട് ചെയ്യണേ, ഇന്നതാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് വാലറ്റ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വാലറ്റ്, 4ാമത്തെ വാലറ്റ് എർഗോ ഫെസിഷുറുങ് എന്ന ജർമ്മനിയിലെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയുടെ മെയിൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു മലയാളിയായിട്ടുള്ള ജെയ്മോൻ കണ്ണാമ്പള്ളിക്കാണ്. അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? അദ്ദേഹം എനിക്ക് ആക്ച്വലി 8 വാലറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ആദ്യത്തെ വാലറ്റ് ഇപ്പോൾ അദ്ദേഹം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള അഡ്വാൻറ്റേജ് എന്താണ്? അദ്ദേഹം നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം 65 യൂറോ കൊടുത്താണ് ഇത് മേടിച്ചത്. അപ്പോൾ 65 യൂറോയ്ക്ക് എങ്ങനെ അയാൾക്ക് മുതലാകും? എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ആ വാലറ്റ് ഉണ്ടാക്കുന്ന വീഡിയോകളിലെല്ലാം തന്നെ ഈ എർഗോ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയും അദ്ദേഹത്തെക്കുറിച്ച് പറയുകയും അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പറുകൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇത്രയും ആളുകൾ കാണുന്ന ഒരു ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ ഇമേജസും ഫോട്ടോസും ഇൻഫർമേഷൻസ് പാസ്സാവുകയും അയാൾക്കൊരു റീച്ച് കിട്ടുകയും അയാൾക്ക് ചിലപ്പോൾ ബിസിനസ് കിട്ടാൻ ചാൻസും കൂടും. അതേപോലെ തന്നെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജൂനിയർ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി, ജൂനിയർ ലീഡേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അപ്പോൾ അവരെ ഒന്ന് പുഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇത് വാങ്ങിക്കുന്നത്. എന്നാൽ എന്താണ്, ഈ പൈസ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നല്ല പോകുന്നത്, അത് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട്, അവരുടെ കമ്പനിയുടെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് പോകും. അപ്പം ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ എൻ്റെ ഈ വാലറ്റ് മേടിക്കുമ്പോൾ അവർക്കത് ബിസിനസ് എക്സ്പെൻസിൽ കാണിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ജർമ്മനിയിലൊരു വാറ്റുണ്ട്. ആ വാറ്റ് സത്യം പറഞ്ഞാൽ അതും അവർക്ക് റിക്കവറായി കിട്ടും. യഥാർത്ഥത്തിൽ ബിസിനസ്സുകാർക്ക് വാറ്റ് ആ മാസം തന്നെ റിക്കവറി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജൂനിയർ ലീഡേഴ്സിന് ഇത് കൊടുത്ത് അവരെ ഒന്ന് പുഷപ്പ് ചെയ്യുകയും ചെയ്യാം, ബിസിനസ് അക്കൗണ്ടിൽ പോവുകയും ചെയ്യും. അങ്ങേർക്ക് പൈസ പോത്തുമില്ല.
പിന്നെന്താണ്, എൻ്റെ ആദ്യത്തെ 10 വാലറ്റിൽ ഒരെണ്ണം വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 500K ഫോളോവേഴ്സോ അല്ലെ 1 മില്യൺ ഫോളോവേഴ്സോ ആകുവാണെങ്കിൽ €1000 തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പം ഇത്രയും ഈ ഒരു രീതിയിൽ ഞാൻ സ്ട്രാറ്റജി ചെയ്തിട്ടാണ് എൻ്റെ ഈ വാലറ്റിനെ ഞാൻ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ 10 വാലറ്റിൽ സത്യം പറഞ്ഞാൽ എനിക്കറിയാം അതിന് അത്ര വലിയ ക്വാളിറ്റികൾ, കാരണം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പം അവരുടെ അത്രയും ഉണ്ടാകാൻ വഴിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൽ എൻ്റെ ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് വില കുറച്ച് കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം എനിക്കതിനൊരു പ്രീമിയം വില കിട്ടുകയും ചെയ്യണം. മേടിച്ച ആൾക്ക് അയാൾക്കത് ഉപകാരം ഉണ്ടായി, ഗുണമുണ്ടായി എന്ന് തോന്നലല്ല, തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസും ചെയ്യിപ്പിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അയാൾക്കത് 100 അല്ല €200 കൊടുത്താലും അയാൾക്ക് ലാഭമാണ്. മനസ്സിലായില്ലേ? നമുക്കപ്പോൾ ആ ഒരു പ്രോഡക്റ്റിന് പ്രീമിയം വില കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഒന്നുകിൽ ഇതേപോലെയോ നിങ്ങൾ ഏത് രാജ്യത്തുള്ളവരാണോ, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ സാഹചര്യങ്ങളും അനുസരിച്ചുള്ള പ്രൈസും കാര്യങ്ങളും ഒക്കെ ഇടുക. ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തിന് രീതിക്ക് അനുസരിച്ചുള്ള അവിടുത്തെ സിറ്റുവേഷൻസിനനുസരിച്ചുള്ള രീതിയിലേക്ക് ഇത് മോഡിഫൈ ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അത് വാലറ്റിൻ്റെ കാര്യം. പക്ഷെ അതൊരിക്കലും നമുക്കൊരു ബിസിനസ് ആക്കാൻ പറ്റില്ല. അത് കാരണം നമ്മളെ ഡിപ്പെൻഡഡ് ആണ്. കാരണം ഞാനിപ്പോൾ ഇത് ഒരു പനി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എൻ്റെ കഴിവ് അനുസരിച്ച് മാത്രമാണ്. അതിന് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഒരുപാട് വലിയൊരു ബിസിനസ് ആക്കാൻ പറ്റില്ല. കാരണം അതൊരു മാസീവ് പ്രൊഡക്ഷൻ പറ്റത്തില്ല. അത് എൻ്റെ കഴിവിനും എൻ്റെ സമയത്തിനും ആശ്രയിച്ച് മാത്രം ഇരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യുന്നത്, അതിനെ അങ്ങനെ ഒരു പ്രീമിയം വില കിട്ടി എടുക്കുന്നതോടൊപ്പം തന്നെ, കാരണം ഇത്രയും ഓഫറുകളൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് വ്യൂവർഷിപ്പ് ഒക്കെ വരും. അപ്പം എന്താണ്, നമുക്ക് നമ്മുടെ ഒരുപാട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്, അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്യാപ്പ്. അപ്പോൾ എൻ്റെ വാലറ്റിന് €65 ആണെങ്കിൽ ഈ ക്യാപ്പിന് ചിലപ്പോൾ €25 അല്ലെങ്കിൽ €20 ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രേ ആവത്തുള്ളൂ. ഇതെനിക്ക് ഒരു മാസം 100 1000 എത്ര വേണമെങ്കിലും ഡിമാൻഡിനനുസരിച്ച് ലോകത്തെ ഏത് രാജ്യങ്ങളിലേക്കും സെല്ല് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം എനിക്ക് ഈ ക്യാപ്പ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്യാപ്പിൻ്റെ ഓർഗാനിക്കലി ഷോക്കേസ് ചെയ്യാനും പരസ്യം കാണിക്കാനുമുള്ള ബിൽഡ് ബോർഡ്, പരസ്യ ബോർഡ് ഉണ്ടാക്കലാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വാലറ്റിൻ്റെ ഓരോരോ വീഡിയോകളും. അത് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം എനിക്ക് എൻ്റെ പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഈ 15-ാം തീയതി അവിടുന്ന് വരത്തേ ഉള്ളൂ. ഒരു 20-ാം തീയതിയോടുകൂടി എത്തുമെന്ന് വിചാരിക്കുന്നു. അത് തന്നെ 200 എണ്ണേ ഉള്ളൂ. അതിൽ തന്നെ ഒരു 10-80 എണ്ണം ഇപ്പം തന്നെ റിസർവ്ഡ് ആണ്. പിന്നെ പോയിട്ട് 100 എണ്ണേ ഉള്ളൂ. അതിപ്പോൾ വെബ്സൈറ്റിൽ ഒന്നും വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സെയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഓർഡർ കൊടുത്ത് അടുത്ത ബാച്ച് വരണം, ചിലപ്പോൾ പിന്നെയും 10-40 ദിവസം എടുക്കും. അപ്പം ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ഏറ്റവും ഡെഡ് സ്റ്റോക്ക് കുറച്ച് ചെറിയ രീതിയിൽ സ്പെസിഫിക് ആയിട്ട് അല്ലെ സ്പെഷ്യൽ എഡീഷനായിട്ട് മാത്രം കൊണ്ടുവന്ന് ആണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം നമുക്കൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇത്രയും പൈസ നമുക്ക് എറിഞ്ഞ് കളിക്കാനില്ല. അപ്പം നമ്മൾ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. അതെങ്ങനെ നമുക്ക് ചെയ്തുകൊണ്ട് പോകാമെന്ന് കാണിച്ചു തരികയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ഡോക്യുമെൻറ്റേഷനും കൂടിയാണ് ഞാൻ എൻ്റെ വീഡിയോകളിൽ ചെയ്യുന്നത്. അങ്ങനെ ആളുകൾക്ക് ബോധ്യപ്പെടും ഇങ്ങനെ നമുക്ക് ഒരു ബിസിനസ് ചെയ്ത് തുടങ്ങി ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ, പക്ഷേ നമ്മുടെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണം, നമുക്കൊരു നല്ല ലോഗോ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക്കായ കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്ത് വന്നതിന് ശേഷം ചെറുതായിട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കി നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ തീർച്ചയായിട്ടും ആർക്കും ചെയ്യാൻ പറ്റുന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലബ്ബും കൂടെ ഉണ്ടാക്കിയത്. എന്തിനാണ് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ വിജയിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ തുടങ്ങി വരുന്ന സംരംഭങ്ങളെയെല്ലാം ഈ ക്ലബ്ബിൽ അംഗമാവുകയാണെങ്കിൽ, ക്ലബ്ബിൽ അംഗമാവുന്നതിന് പൈസയൊന്നും വേണ്ട. കാരണം ഈ ആശയം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആശയം. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ബിസിനസ്സുകളൊക്കെ നമ്മൾ ഈ ക്ലബ്ബിലൂടെ നമ്മൾ ഷോക്കേസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ 0-യിൽ നല്ല തുടങ്ങുന്നത്. ഈ ഒരു ക്ലബിൻ്റെ ആശയത്തോട് അനുയോജ്യമായ ഒരു ആശയമുള്ളൊരു ബിസിനസ് ആയതുകൊണ്ട് അവർ ഈ ക്ലബ്ബിലുള്ളത് കൊണ്ട് അവരുടെ ബിസിനസ്സിന് നമ്മൾ നമ്മുടെ യൊമാറ്റി ക്ലബിൻ്റെ യൊമാറ്റി ക്ലബ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും ഒക്കെ ആ ബിസിനസ്സിനെ നമ്മൾ ഷോക്കേസ് ചെയ്യും.
കാരണം അവരെ നമ്മൾ വളർത്തും. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അപ്പോൾ ഇതിലേക്ക് വരും. അവരൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ഈ പ്രസ്ഥാനം വഴി ബിസിനസ് ചെയ്ത് തുടങ്ങുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയ അവരുടെ കണ്ടന്റുകൾ ഇടുമ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഞാനും പറഞ്ഞു കൊടുക്കും. ഇപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ ഈ പഠിച്ച കാര്യങ്ങളും ഇനി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ക്ലബ്ബിൽ വരുന്ന അംഗങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, അതിന് എൻ്റെ സമയം ഒരുപാട് എടുക്കുകയാണെങ്കിൽ, ഒത്തിരി അൺലിമിറ്റഡ് ആയ ആളുകൾ വരുവാണെങ്കിൽ അതിനൊരു ബ്രേക്ക് വെക്കേണ്ടതായിട്ട് വരും. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. കാരണം എനിക്ക് എൻ്റെ ബിസിനസ്സും കൊണ്ടുപോകണം. പക്ഷേ ഒരുപാട് ഡിമാൻഡ് വരികയാണെങ്കിൽ, കയ്യും കണക്കില്ലാതെ ആൾ വന്നു കഴിഞ്ഞാൽ അതിനൊരു ബ്രേക്ക് വെക്കേണ്ട വരും. അതൊരു നെസസറി ആയിട്ട് വന്നാൽ തീർച്ചയായിട്ടും അതിനൊരു ബ്രേക്ക് വെക്കണം. കാരണം നമുക്ക് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇത് ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ തുടങ്ങി. എനിക്ക് പൈസ തരാമോ, ജീവിതത്തിൽ ഇങ്ങനെയാണ് പ്രശ്നങ്ങളാണ്, അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കും ഇതുപോലെ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. വെറും എന്താ പറയുക, ഞാൻ ജനിച്ച എൻ്റെ ഓർമ്മ വെച്ച കാലത്ത് ഞാൻ താമസിച്ച വീടെന്ന് പറഞ്ഞാൽ ഓല കൊണ്ട് സൈഡ് കെട്ടിയ ചാണകം കൊണ്ട് മെഴുകിയ ഒരു വീട്ടിലാണ് എൻ്റെ ഓർമ്മ വെച്ച കാലത്ത് ഞാൻ ജനിച്ചത് വളർന്നത്. എൻ്റെ കുഞ്ഞുകാലത്ത് അങ്ങനെയുള്ളൊരു വീടായിരുന്നു, ഒരു ചായ്പായിരുന്നു എൻ്റെ വീട്. അന്നത്തെ സാഹചര്യം അതായിരുന്നു. അത്രയും നല്ല ഒരു എന്താ പറയുക, ദാരിദ്ര്യത്തിൻ്റെ പടികുഴിയിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ അതിലും ഒരുപാട് മോശമായിട്ട് അവസ്ഥകളിൽ നിന്ന് വന്നവരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മയിലുള്ളത് അതാണ്. അതിനുശേഷമാണ് പിന്നെ ആ ഓല മേഞ്ഞത് മാറ്റി അതിൻ്റെ സൈഡിൽ നമ്മുടെ നാട്ടിൽ വട്ടമരം എന്ന് പറയും. വട്ടയ്ക്ക് വേറെ എന്താ പേര് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. വട്ട എന്നാണ് നമ്മൾ കോട്ടയത്തൊക്കെ പറയുന്നത്. വട്ടമരത്തിൻ്റെ ഏറ്റവും ചീപ്പായിട്ടുള്ള തടിയാണല്ലോ, അത് മേടിച്ച് എൻ്റെ ഫാദർ മേടിച്ചിട്ട് അത് അറപ്പിച്ച് അതിൻ്റെ സൈഡിൽ ഓലയ്ക്ക് പകരം വട്ടമരത്തിൻ്റെ പലകകൾ വെച്ച് സൈഡ് കെട്ടി. പിന്നെ മുകളിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് പണ്ടത്തെ രീതിയിലുള്ള ചെറിയ ഷീറ്റ് ഇട്ടു. അതൊക്കെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ആയിരുന്നു കേട്ടോ അന്നൊക്കെ. അതൊക്കെ കഴിഞ്ഞ് 96 ഞങ്ങൾക്കൊരു വീട് വെക്കാനായിട്ട് തുടങ്ങിയത്. ആ വീട് പണി ഏകദേശം ഒരു 35-40% വാർത്ത കഴിഞ്ഞപ്പോൾ അതിനകത്ത് കയറി ഞങ്ങൾ താമസിച്ചു. കാരണം പഴയ ഓല മേഞ്ഞ വര മുഴുവൻ എപ്പോഴും, അല്ലെങ്കിൽ ഷീറ്റിട്ടാൽ എപ്പോഴെപ്പോഴും മാറണം. ഓല മേഞ്ഞതാണെങ്കിൽ എപ്പോഴെപ്പോഴും ചോർന്നൊലിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ 96 എന്തോ പെരപണി, 98 ഞങ്ങൾ കയറി താമസിച്ചെന്ന് തോന്നുന്നു. ആ പെരപണി സത്യം 2 മുറി, ഒരു ബെഡ്റൂമും ഒരു ഹാൾ. ഇപ്പം ഞാനിവിടെ താമസിക്കുന്ന പോലെ തന്നെ ഒരു വീട്. അപ്പോൾ ഒരു ബെഡ്റൂമും, ഒരു കുഞ്ഞു ബെഡ്റൂമും, ഒരു ഹാളും, ഒരു അടുക്കളയും, ഒരു ചെറിയ ഒരു സ്റ്റോറും ഉള്ള ഒരു വീടായിരുന്നു അന്ന് ഞങ്ങൾ പണിതത്. എൻ്റെ അച്ഛൻ 26,000 രൂപ ഹൗസിംഗ് ബോർഡിൽ നിന്നും ലോൺ എടുത്താണ് അന്ന് ആ വീട് പണിതത്. 26,000 രൂപ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർക്ക് സാലറി മിക്ക ഒരു ആവറേജ് നല്ല ജോലിയുള്ളവർക്കൊക്കെ അതിനേക്കാൾ കൂടുതൽ കിട്ടും ഒരു മാസം. ആ 26,000 രൂപ ലോൺ എടുത്താനായിട്ട് ആധാരം എല്ലാം കൊണ്ടുവച്ച് അത് ഏതാണ്ട് 10-12 വർഷങ്ങൾ കൊണ്ടാണ് അച്ഛനും അമ്മയൊക്കെ അവരെ കളിയാക്കുമല്ല അങ്ങനെ അതുപോലെ ആ വീട് പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹായിച്ചു. പിന്നെ ആ വീടിൻ്റെ പണി എൻ്റെ കല്യാണത്തിന് തൊട്ട് മുമ്പാണ് ആ പണി മുഴുവൻ തീർത്തത്. തേപ്പും പെയിൻ്റടി എല്ലാം തീർത്ത് ടൈലൊക്കെ ഇട്ട് ഏകദേശം 10-18 വർഷത്തോളം എടുത്തിട്ടാണ് എൻ്റെ പേരയുടെ പണി തീർന്നത്. പക്ഷേ അതൊരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ അനിയച്ചാര ഇടിച്ച് പൊളിച്ച് കളഞ്ഞു. പക്ഷേ ചങ്ക് പറിച്ച് പണിത ഒരു പേരയായിരുന്നു കേട്ടോ. കാരണം എനിക്കതിനെ അറിയാം, അതിൻ്റെ ഓരോ അതിൽ എൻ്റെ അച്ചായനും ഒക്കെ ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. കാരണം അത്രയ്ക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് കയറി വന്ന ഒരു കുടുംബമാണ് എൻ്റെത്. ഇപ്പോഴും ദാരിദ്ര്യം കടന്നു പോയിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജി ഞാൻ കൊണ്ടുവന്നതും. അപ്പോൾ എനിക്കറിയാം ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സാഹചര്യമുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഒരു മെത്തേഡിലൂടെ മുന്നോട്ട് വരാൻ പറ്റും. അവരുടെ ദാരിദ്ര്യം മാറ്റാൻ പറ്റും. കുറച്ച് ആളുകൾക്കെങ്കിലും അങ്ങനെ ഒരു ആശയം ഉണ്ടായാൽ, കുറച്ച് ബിസിനസ് ഉണ്ടായാൽ അവർക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞേ. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ജോലിയിൽ നിന്ന് ഇരട്ടെറിഞ്ഞ് പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം എൻ്റെ ആണെങ്കിലും പറഞ്ഞാൽ ഞാനിവിടെ നേഴ്സാണെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി കളഞ്ഞിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. അപ്പം ചെറിയ രീതിയിൽ പയ്യെ പാർട്ട് ടൈമായിട്ട് തുടങ്ങി വന്ന് ഇത് വിജയിച്ച് പോവുകയാണെങ്കിൽ പയ്യെ അത് ബിസിനസ്സാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ജൊമാറ്റോയുടെ ഈ ബിസിനസ് സ്ട്രാറ്റജി. അപ്പോൾ ഇത് ഇപ്പോൾ എനിക്കൊരു 10,000 ഫോളോവേഴ്സ് ഇന്നത്തെ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 10,000 ആയിട്ടില്ല, ഒരു 9,000 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്ര ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ട്രാക്ക് ഇനി എങ്ങനെയാണ് പോകുന്നതെന്ന്. ഇനി നമുക്ക് പുറകോട്ട് പോകാതെ ഇതെങ്ങനെ പയ്യെ കുറച്ച് സ്പെഷ്യലായിട്ട് എഡീഷനായിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്ന് ഇതെങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യാൻ പോകുന്നുള്ളൂ, ചെയ്തിട്ടില്ല. പക്ഷേ
എനിക്കിപ്പോഴും നിങ്ങൾക്ക് ഇതുപോലുള്ള സാഹചര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ മലയാളികൾ തന്നെയുണ്ട്. മലയാളികൾക്ക് മാത്രമല്ല, ലോകത്ത് ഏത് ഭാഷക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അതിനൊരു സമയവും കാര്യങ്ങളും അതിനുള്ള ടീമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം മലയാളത്തിൽ മാത്രം പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ മറ്റ് ഭാഷകളിലേക്ക്, പ്രത്യേകിച്ച് ഇംഗ്ലീഷും പിന്നെ AI ഉപയോഗം വരുമ്പോഴത്തേക്കും AI ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റ് ഭാഷകളിലേക്കും തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞു കൊടുക്കും. കാരണം അങ്ങനെ പറഞ്ഞു കൊടുക്കും തോറും എൻ്റെ ബിസിനസ് ജയിക്കാനുള്ളൊരു സാധ്യത കൂടുകയുമാണ്. എൻ്റെ പ്രോഡക്റ്റുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുമാണ്. ഇതേ സ്ട്രാറ്റജിയുടെ ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരാൻ പറ്റും. അവർക്കും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വിജയിക്കാൻ പറ്റും. ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലബ്ബും തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് റഫായിട്ട് എടുക്കുന്ന വീഡിയോയാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് എഡിറ്റുകളൊന്നും എഡിറ്റ് ചെയ്യാൻ പോയെന്നാൽ പിന്നെ അതെല്ലാം എഡിറ്റ് ചെയ്തിട്ടേ ഞാൻ എടുത്തുള്ളൂ. ഇല്ല എങ്കിൽ ഇപ്പം എടുത്ത് അതേപോലെ ഇടും. അതിനകത്ത് മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് എന്നോട് ക്ഷമിക്കണം. പിന്നെ നിങ്ങൾ ഇത്രയും നേരം കണ്ടെങ്കിൽ, ഈ വീഡിയോ ഇവിടെ വരെ കണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ഈ ആശയങ്ങളും അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിലുള്ള എക്സ്പീരിയൻസുകളും ഒക്കെയാണ് ഞാനിതിൽ ഇങ്ങനെയുള്ള എൻ്റെ ടോക്കുകളിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഏറെ നമ്മുടെ ചുറ്റുമുള്ള സാധ്യതകൾ തിരിച്ചറിയാൻ പറ്റാത്ത, കണ്ടിട്ടും ഇറങ്ങാൻ പേടിയുള്ള, അല്ലെങ്കിൽ ധൈര്യമില്ലാത്ത, അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യം കൊടുക്കുക. അല്ലെങ്കിൽ പേടിക്കണ്ട, ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലബിലൂടെ ഇതുപോലുള്ള ടോക്ക് ചെയ്യുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കറക്ഷൻ വരുത്തണമെങ്കിൽ പറയുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടിട്ടാണെന്ന് നിർബന്ധമാണെങ്കിൽ പറയുക. പക്ഷേ ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് ഞാൻ ഇച്ചിരി ട്രബിളിലാണ്. ടീം ഉണ്ടായി കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. തീർച്ചയായിട്ടും അതൊക്കെ എഡിറ്റ് ചെയ്ത് നന്നായിട്ട് എടുത്തോളൂ. സോ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.